ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്ത് ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചിരുവിയ തേങ്ങ കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തന്നെ നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് മിക്സ് ആക്കി എടുക്കാം. പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്കിതിനായിട്ട് പത്തിരിയുടെ മാവ് എടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതേ ഉള്ളൂ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നല്ല കനം കുറച്ച് തന്നെ ബൗളിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. മുഴുവൻ മാവ് വെച്ചിട്ടും ഇതുപോലെ ചെറിയ ബൗൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു 2-2.5 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം. മുഴുവൻ സ്നാക്കും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ആവിയിലാണ് വേവിക്കേണ്ടത്. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. പിന്നെ പുറത്തെടുത്തിട്ട് ചെറുതായിട്ട് ചൂടൊന്ന് ആറിയാൽ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്യണേ.